വെൽക്കം ടു ലേസ്വെൽത്ത് അർബോറിറ്റം വില്ലേജ്. നമസ്കാരം, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മോർട്ടൺ അർബോറിറ്റം പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അർബോറിറ്റം എന്ന് പറഞ്ഞാൽ ട്രീ, അതായത് ചെടികളൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് സയൻറ്റിഫിക് പർപ്പസിന് വേണ്ടി നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് അർബോറിറ്റം. അപ്പോൾ മോർട്ടൺ അർബോറിറ്റത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ട് എന്നാണ് വായിച്ചറിഞ്ഞത്. നീ പോയിട്ട് കണ്ടു നോക്കണം. സൈഡിലൊക്കെ തുലിപ് ഗാർഡൻസ് ഉണ്ട്. നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്തു. $46 ആയി. 2 അഡൽട്ട്, 1 ചൈൽഡ്. ഇനി പാർക്കിംഗ് ഏരിയ പോയി നോക്കട്ടെ. പാർക്കിംഗ് നോക്കട്ടെ, എവിടെയാ പോകുന്നത്? ഇവിടെ P1 ഒരുപാട് P1 to P21 അല്ല 40 എന്തോ ഒരുപാട് പാർക്കിംഗ് ഇവിടെ ഉണ്ട്. P1 തൊട്ട് P1 ഉം P21 അത്ര ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന പാർക്കിംഗ് എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷെ നമുക്ക് P1 കിട്ടിയിട്ടില്ല. ഒരുപാട് പച്ചപ്പും ഹരിതാഭയുള്ള സ്ഥലമാണ്. വെൽക്കം ടു ദ വെസ്റ്റ് സൈഡ്. എന്താ 20 mph. ഓക്കെ, മെയിൻ റൂട്ട് തോൺഹിൽ എഡ്യൂക്കേഷൻ സെൻറ്റർ. P19 ആണിത്. നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ചെറി ബ്ലോസം അല്ലേ? സ്പ്രിംഗ് സീസൺ ആണിത്. അപ്പോൾ പതുക്കെ പതുക്കെ പൂവിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള അന്തരീക്ഷം, ചുറ്റുപാടുകൾ, ആവശ്യത്തിന് പച്ചപ്പും ഹരിതാഭയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം. P20 ഉണ്ട്. P21 കിട്ടുകയാണെങ്കിൽ നന്നാവും. അതാണ് ഇവിടെ നമ്മൾ നിർത്താൻ വിചാരിക്കുന്നത്. ഞങ്ങൾ P20 എന്നുള്ള പാർക്കിങ്ങിൽ നിർത്തി. ഇവിടെ നല്ലൊരു സ്കൾപ്ചർ കണ്ടു. അപ്പോൾ അതൊന്നു കാണാൻ വേണ്ടി വന്നതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. നല്ല ഭംഗിയുള്ള ഒരു ശില്പം. കണ്ണൂർ ഗ്ലാസ്സാണ്. ഇവിടെ ഒരുപാട് ട്രെയിൽസ് ഉണ്ട്. ഇവിടെ തോൺബിൽ ട്രെയിലിലാണ് നമ്മൾ പോകുന്നത്. പ്ലാൻസ് ഓഫ് യൂറോപ്പാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി നോക്കട്ടെ. ഈ തോൺഹിൽ ട്രെയിൽ ഏകദേശം 0.8 മൈലുണ്ട്. ഇവിടെ പ്ലാൻസ് ഓഫ് യൂറോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പോയി നോട്ടെ. നല്ല കാറ്റുണ്ട്. ഇവിടെ മരത്തിൻ്റെ നല്ലൊരു ഗുഹ. നടന്ന് പോയി നോക്കുകയാണ്. നല്ല നല്ല മരങ്ങൾ. ഞങ്ങൾ ഏകദേശം ഈ ട്രെയിനിലേക്ക് അറ്റത്തെത്തി തോന്നുന്നു. ഇവിടെ ഒരു ലേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ലേക്ക് കാണുന്നത്
പ്രദേശങ്ങൾ. ലേക്കിൻ്റെ സൈഡിലേക്ക് പോയോട്ടെ. എന്താ ഭംഗിയല്ലേ. ഇതാണ് നമ്മുടെ ലേക്ക്. നമ്മൾ അടുത്ത പാർക്കിങ്ങിലെത്തി. പാർക്കിംഗ് 21. പാർക്കിംഗ് 22 ഇങ്ങനെ ഈ ഡഫോഡിൽസിൻ്റെ അതിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വെള്ളപ്പൂവും കൂടി കണ്ടിട്ട് ഇനി അടുത്ത പോയിന്റിൽ പോകാമെന്ന് വെച്ചു. ഞങ്ങളിനി അടുത്ത പോയിന്റിലേക്ക് പോയോട്ടെ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഡെസ്റ്റിനേഷൻ നോക്കി പോവാണ്. പാർക്കിംഗ് നമ്പർ 33 ഇനി അടുത്ത കുറച്ച് നല്ല പോയിന്റ്സ് ഉള്ളതാണ്. ഓരോ പോയിന്റ്സും അടിപൊളി തന്നെയാണ്. പക്ഷേ എല്ലാം കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. പാർക്കിംഗ് 23 ഓക്ക് സവന്ന മെയിൻ ട്രെയിൻ ഇവിടെ വേണ്ടല്ലോ. ഈ ഡ്രൈവ് ചെയ്യുന്ന തന്നെ നല്ല അടിപൊളിയാണ്. അതെ, കാട്ടിനകത്തൂടെ വണ്ടി എടുത്ത് ഇങ്ങനെ പോകാൻ പറ്റുന്ന തന്നെ നല്ല അടിപൊളി ഫീലിംഗ് ആണ്. പാർക്കിന്റെ ലാസ്റ്റാ. അങ്ങനെ മനോഹരമായ മോർട്ടൻ അർബോറിറ്റത്തിൻ്റെ കാടുകളിലൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അടുത്ത പോയിന്റ് എത്തിയിട്ട് കാണാം. അടുത്ത സ്ഥലത്തേക്ക് ഇടും. സ്ഥലം നേരത്തെ കൊണ്ട് ഇത് പാർക്കിംഗ് ആണ് അല്ലേ? ഇത്തിരി അടുത്ത് നല്ല പോയിന്റുള്ള പാർക്കിംഗ് 25 ആണിത്. P25. നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഒരുപാട് വർണ്ണിക്കാനൊന്നുമില്ല. ഇങ്ങനെ കാഴ്ചകൾ കണ്ട് മനോഹാരിത കണ്ട് ഇങ്ങനെ പോവാം. ഇത് ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ഹാക്ടിക് ടാസ്ക്കാണ്. ഫെഡറൽ ലേക്ക് കാണുന്നുണ്ട്. നടക്കുന്ന കാര്യമല്ല. ഫുള്ള് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ഏറ്റവും മെയിനായിട്ടുള്ള പോയിന്റ്സ് ഇങ്ങനെ നോക്കി പോവാന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാലും നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് അല്ലേ സൂര്യ? അതെ. പുതിയ സ്ഥലം ഇഷ്ടപ്പെട്ടോ? P30. നമ്മളെ 33 അല്ലേ ഉദ്ദേശിച്ച്? ഇതൊരു നേരത്തെ ഉണ്ട് അല്ലേ? At 31 there's a natural and we don't know it's a ഇവിടെ സ്പീഡ് ലിമിറ്റ് 20 ആണ്. ബ്രിഡ്ജ് ഫാമിലി അതല്ലേ 33 നമ്മൾ കണ്ടത്? P31 എന്താണ്? വാൾനട്ട് ഫാമിലി. വാൾനട്ട് നട്ടല്ലേ?
വാൾനട്ട്. I'm sorry. Walnut. No, not tree. വാൾനട്ട് മരമായിരുന്നു. ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. E32 ഡുബാച്ച് റിവർ വേണോ? ആർബോർ ലേക്ക് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. വിഷ്വൽ ബ്യൂട്ടി. പിന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലേക്ക് കണ്ടപ്പോൾ ഒന്ന് ലേക്കിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെള്ളം, നല്ല ബ്യൂട്ടിഫുൾ. സൈഡിൽ കൂടെ റോഡ് കാണുന്നുണ്ട്. നല്ല അടിപൊളി വിഷ്വൽ ബ്യൂട്ടിഫുൾ സ്ഥലം. വിഷ്വലി ബ്യൂട്ടിഫുള്ളാണ്. ഹെൽത്തി ലേക്ക് പ്ലസ് ഹെൽത്തി റിവർ, ഹെൽത്തിയർ പ്ലാനറ്റ്. ഡുബാച്ച് റിവർ റിസ്റ്റോറേഷൻ. ഞാൻ പാർക്കിങ്ങിൽ പോയോട്ടെ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, പോയോട്ടെ. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ഈ പാർക്കിങ്ങിന് തൊട്ടടുത്ത് തന്നെ ലേക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. താറാവുകൾ, ഡക്കുകൾ നീന്തി വിഹാരിക്കുന്നുണ്ട്. ഗൂസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത സ്പോട്ട് നോക്കണം. ഇനി 33-ൽ പോകണമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഏകദേശം 33-ൽ ഈ പറഞ്ഞ ബിർച്ച് ഫാമിലി തന്നെയാണ് ഉള്ളത് തോന്നുന്നു. അപ്പോൾ അതിനെ പോയോട്ടെ. ഇനി കുറച്ച് ബ്യൂട്ടിഫുൾ ആകുമ്പോൾ അവിടെ നിർത്താം. അങ്ങനെയാണ് ഇത് സെറ്റപ്പ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ, നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇറങ്ങി പോവാം. നടന്ന് കുഴങ്ങണ്ട. നടക്കാണ്ട് ട്രെയിൽസ് ഉണ്ട് ഓരോ പോയിന്റ്സിലും. അത് ഭയങ്കര ഒരുപാട് 1 മൈൽ 1.5 മൈലൊക്കെ മാക്സിമം ട്രെയിൽസ് ഉള്ളൂ. നല്ല ഭംഗി, നല്ല കാഴ്ച. അവിടെ കുറേ കാറുകളുണ്ടല്ലോ. ഏതാ സ്ഥലം? പോയി നോക്കണോ? 33 ആണോ? പോയി നോക്കണോ? ഓക്കെ, വേണമെങ്കിൽ വേണ്ട. Kolchak Plant Evaluation Area. P എത്രയാ? P? 2-way traffic. വിസിറ്റർ സെൻ്ററിൻ്റെ അവിടെ എത്തിയാണ്. റെസ്റ്റ് റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ചെടികളുണ്ട്, പൂക്കൾ. ജെറാട്ടി ഡൊണല്ലി ഗ്രാൻഡ് ഗാർഡൻ ഇവിടെ എത്തി. ഇവിടെ ആഹാ അടിപൊളി, നല്ല തുലിപ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ. Morton Arboretum celebrating 100 years of planting and protecting trees. 2022 ഇതുണ്ടാക്കിയത്. ഇപ്പോൾ 102 വർഷമായി ഇതുണ്ടാക്കിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ഗാർഡനാണ്. ഇവിടെ സൈഡിൽ നിറയെ ഫൗണ്ടെയിൻസും ഒരുപാട് ചെടികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലം. ഈ ഫൗണ്ടനിൽ വെള്ളം വരുന്നില്ല. നമ്മൾ ആ ഗ്രാൻഡ് ഗാർഡനിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പും ഹരിതാപയും വേണ്ടുപോലെ ഉള്ള സ്ഥലമാണ്.
ബ്യൂട്ടിഫുൾ ഗാർഡൻ, മീഡോസ് ഗാർഡൻ. നല്ല ബ്യൂട്ടിഫുൾ ട്രീസ്. ഇവിടെ വന്നാൽ ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ അത്യാവശ്യം തണുപ്പായതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല. ക്ഷീണം ഇപ്പോഴത്തെ കാലമില്ല. പൈൻ ട്രീ ഫോറസ്റ്റാണിത്. ഇവിടെ ഇതാ പൈനിൻ്റെ ഇത് ഒരുപാട് നിലത്ത് കിടക്കുന്നുണ്ട്. കോണിഫേഴ്സ് പറഞ്ഞ ട്രീ ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ, മാഗസിൻ, ടോയ്ലറ്റ് പേപ്പർ, ഷിപ്പിംഗ് കണ്ടെയ്നർ, ബോക്സസ്, ഗ്രോസറി ബാഗ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് കോണിഫേഴ്സ് ഉപയോഗിക്കുന്നത്. കോണിഫേഴ്സ് ഇൻ അമേരിക്കൻ ഹിസ്റ്ററി. കോണിഫേഴ്സിൻ്റെ ഉപയോഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. മെഡിസിനൽ വാല്യൂ ഫുള്ളാണ് കോണിഫേഴ്സ്. ഇവിടെ നേരെ മീഡോസ് ഇതാ സ്കൾപ്ചർ, ഹ്യൂമൻ സ്കൾപ്ചറാണിത്. അവിടെ ഒരു ലേക്ക് കാണുന്ന മീഡോ ലേക്ക്. ഇവിടെ എൻട്രി ഇല്ലല്ലേ പാർക്കിലേക്ക്? എനിക്ക് തോന്നുന്നു വേറെ ഭാഗത്തിൽ കൂടെ ലേക്ക് എൻട്രി. കയറാൻ പറ്റുമോ? ഓപ്പൺ ആണല്ലോ. നല്ലൊരു ലേക്ക്. ഇതെന്താ സംഭവം? ശംഖ് പോലെ എന്തോ ഒരു ഇതൊരു ആളുടെ മുഖമായിരുന്നു, ശംഖൊന്നും ആയിരുന്നില്ല. അടിപൊളി. അങ്ങനെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഇവിടെ ഇതാണ് ഇത് കിട്ടിയത്. ജംബോ സോഫ്റ്റ് റിസൾട്ട്സ് കിട്ടിയത്. കുഞ്ഞാൽ ചീറ്റോസ് വാങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ചിൽഡ്രൻസ് ഗാർഡനിലേക്ക് പോവാണ്. ചിൽഡ്രൻസ് പാർക്കിനകത്ത് തന്നെയുള്ളത്. കുഞ്ഞിതാ മരത്തിൻ്റെ കയറി പോയി. നമുക്കിവിടെ പാർക്കുണ്ടപ്പോൾ സമാധാനമായി. ഫ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞത വെള്ളം എടുക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഗാർഡൻ ഇറങ്ങി അടുത്ത സ്ഥലത്ത് കയറണം, മെയ്സ് ഗാർഡൻ. മെയ്സ് ഗാർഡനിൽ കയറി നടന്നു നോക്കുകയാണ്. സംഭവം കൊള്ളാം. ചെറിയൊരു ബസ്സിൽ അവിടെ ഇതിനകത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ കയറിയാൽ വേട്ടെ. നല്ലൊരു ട്രീ ഉണ്ട്. ഇവിടുന്ന് ശരിക്കും ഈ മെയ്സ് ഗാർഡൻ്റെ വ്യൂ കാണാൻ പറ്റും. കൊള്ളാം. അത്യാവശ്യം വലുത് തന്നെയാണ്. ചെറുതും നല്ലത്. ബീഫ് ബസ്സിൽ പുതിയ പുറത്തെത്തി. ഞങ്ങൾ തിരിച്ചാ വിസിറ്റർ സെൻ്ററിൻ്റെ എൻട്രൻസിലെത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോകണം. കുറച്ചധികം ദൂരം നടന്നു. ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് ഇതാ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അടുത്തൊരു P14 എന്തൊക്കെയോ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അത് പോവാണ്. ഇപ്പോൾ P10 കഴിഞ്ഞു.
11 കണ്ടുവെന്ന് ഉറപ്പില്ല. ഓരോ സ്ഥലത്തും ഓരോ പാർക്കിംഗ്. നമുക്ക് വണ്ടി എടുത്ത് എല്ലായിടത്തും പോവാം. അതായത് ഓരോ സ്ഥലത്ത് ഓരോ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ P11 എത്തി. ഓരോ സ്ഥലത്ത് എന്തിൻ്റെ പ്രത്യേകതയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടിയും കൊണ്ട് പോവാം. പറഞ്ഞ സ്പീഡ് ലിമിറ്റ് കറക്റ്റായിട്ട് പോയാൽ മതി. ഓരോ പോയിന്റിലും ട്രെയിൽ പാത്സ് ഉണ്ട്, ട്രക്കിംഗ് പാത്സ് ഉണ്ട്. P12 എത്തി. ആവാൻ ചാൻസ് ഉണ്ടല്ലേ? നമുക്ക് 14 ആണ്. നമുക്ക് 14 ആണ് വേണ്ടത്. Big road visit destination. നിർത്തണോ? ബിഗ് റോക്ക് എന്താ സംഭവം? നമ്മളെ പാർക്കിംഗ് P14 വന്നിട്ട് ഇവിടുത്തെ ആ 2 കണ്ണുകളുടെ വീഡിയോ എന്താ സംഭവം എന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കണ്ടിട്ട് ഈ ആർബോറിറ്റത്തിനോട് വിട പറയണം. സമയം 4:15. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. ഇവിടെ നിറയെ ഡാഫോഡിൽസ് ഉണ്ട്. അപ്പം ഞങ്ങളിനി വണ്ടി എടുത്തിട്ട് പോകണം. ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിച്ച് വീട്ടിൽ പോകണം. അതാണ് ലക്ഷ്യം. അവരത് നടന്ന് വരുന്നുണ്ട്. ഇനി വണ്ടി എടുത്ത് പോകണം. ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ അവസാനം എൻ്റെ ഭാഗത്തേക്ക് എത്താനായി തോന്നും. 17 അല്ല P16 ഒറ്റ കണ്ടു. 16 നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. P17 എത്തിയപ്പോൾ ചൈന ജപ്പാൻ ആ ഭാഗത്തുള്ള ട്രീസ് ആയിരിക്കും സംഭവം. ഒരു പ്രാവശ്യം കൂടി വരാനുള്ളതൊക്കെ ഉണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, നല്ല ശുദ്ധവായും ശ്വസിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. P18 ഇതല്ലേ ലാസ്റ്റ്? P18 എലിം ഫാമിലി ജപ്പാൻ ലിൻഡൻസ്. ഓരോ സ്ഥലത്തെ ട്രീസ് പ്രിസർവ് ചെയ്ത് വളർത്തുന്നതായിരിക്കും അല്ലേ? മെയിൻ റൂട്ട് സ്ട്രൈറ്റ് ആയിരിക്കില്ലേ? മെയിൻ എക്സിറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഷിക്കാഗോ ഏരിയയിൽ ഉള്ള ആൾക്കാർ ലിഫിൽ പ്രൊണൗൺസ് ചെയ്യുന്ന തെറ്റാണ്, ക്ഷമിക്കണം. ലിഫിൽ ആ ഭാഗത്താണ് ഇത്. ലംബാർഡ് ഏരിയയിലാണ് ഇതുള്ളത്. മോർട്ടൺ ആർബോറിറ്റം, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതെ, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതാണ് എൻ്റെ ചിൽഡ്രൻസിന് വരാനുള്ള ഡ്യൂട്ടി അട്രാക്ഷൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി നോക്കട്ടെ. എക്സിറ്റ് എത്തിയോ? മെയിൻ റോഡ് എത്തി അല്ലേ? അപ്പോൾ കാഴ്ചകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ കാഴ്ച ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. നമുക്കിനി വേറൊരു കാഴ്ചയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.